എൻ്റെ ചൂണ്ട പൊട്ടിപ്പോയ സമയത്ത് ചൂണ്ട കെട്ടാൻ പോയതാ. ഈ ഗ്യാപ്പിൽ ഇതുകൊണ്ട് അവിടെ റോഡിലായിരിക്കും ഫോണങ്ങ് ഇപ്പുറത്തിരിക്കുമായിരുന്നു. ആഹാ ഇതുകൊള്ളല്ലോ. ഇതെൻ്റെ ഇന്ന് ഇപ്പോൾ പൊട്ടിച്ചോണ്ട് പോയതാന്ന് തോന്നുന്നു. ചൂണ്ട ഉണ്ടോ നോക്കടാ അതിൻ്റെ അകത്ത്. ചൂണ്ട ഉണ്ടോ നോക്കാം. നല്ല ഹുക്കാണ് കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ ഇന്ന് ഇപ്പം പൊട്ടിച്ചോണ്ടും ഇല്ല, അതായിരിക്കും. എൻ്റെ ചൂണ്ട പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ വേറെ ചൂണ്ട കെട്ടി സെറ്റാക്കി. എൻ്റെ ചൂണ്ട അതെ അതെ ഇത് 14 കൊടുത്താന്നേ. ഇതാണ് നമ്മളിടുന്നത്. ഹലോ ഗുയ്സ്, അങ്ങനെ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കൊന്നുമില്ല. അതേപോലെ തന്നെ ചെറിയ പനിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഖിൽ വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് ചൂണ്ടിടാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കൂട്ടുള്ളത് നമ്മുടെ അഖിലാണ്. ആണെങ്കിൽ ചൂണ്ട ഉള്ളിപ്പോൾ ഒരു വരാലിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചൂണ്ട എടുക്കാനുള്ള ശ്രമത്തിലാണ്. അയ്യോ, അപ്പോൾ ഇതുണ്ടല്ലേ എൻ്റെ നാടിൻ്റെ സൈഡാണ്, എൻ്റെ നാട്ടിൻപുറമാണിത്. നമ്മളിങ്ങനെ വയലും കാര്യങ്ങളൊക്കെയാണ്. അതിന് കുറച്ചപ്പുറത്താണ് എൻ്റെ വീട്. അവിടെയല്ല, അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നാടൻ വരാലിനൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരിപാടികൾ നടത്തട്ടെ. അടുത്തൊരെണ്ണം ഹുക്കായിട്ടുണ്ട്. പോലെ ഓ സൈസാണ്. അങ്ങനെ നമുക്ക് മൂന്നാമത്തത്. ആദ്യത്തെ ഒരെണ്ണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിതൊക്കെ എടുക്കുന്ന സമയത്ത് ഇവൻ വന്ന് ചൂണ്ടയിട്ട് ഒരെണ്ണത്തിനെ താങ്ങി കഴിഞ്ഞിരുന്നു. അത് സമയം കൊണ്ട് നല്ല സൂപ്പർ, നല്ല അടിപൊളി നാടൻ വരാൽ. കണ്ട അതിൻ്റെ കളറുണ്ടോ, പള്ളയിലൊക്കെ ഉള്ള കളറുണ്ടോ, എന്നെ സാധനം. പറക്കിട്ടു ചൂണ്ടിട്ടിട്ട് മീനൊന്നും കിട്ടുന്നില്ലെന്ന്. എന്നാൽ പിന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് അതിൽ അങ്ങനെ ആയിക്കോട്ടെന്ന് ഞാനും. സത്യത്തിൽ പനിയായതുകൊണ്ടാണ് ഒത്തിരി സംസാരിക്കാനൊന്നും വയ്യ. തൊണ്ടയൊക്കെ പോയി. ഒരുക്കാൻ കൊണ്ടുവന്ന് തന്ന പനിയാണ്. വേറെ ആകെപ്പാട് പെട്ടിരിക്കുക. കാസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞേക്കാം. അവനെന്നെ കാസ്റ്റ് ചെയ്യട്ടെ. ഇല്ല, അതാ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നില്ല. കാസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞപ്പോൾ കാണിച്ച വേല കേട്ടോ. ഇവിടെ കുറേ നേരമായിട്ട് ഇപ്പം കൊത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കണ്ട അതിൻ്റെ ഇടയ്ക്കോട്ട് പോകാൻ വെച്ച് അവിടെ ഇങ്ങനെ ഇല്ലേ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അല്ലേ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ. കാണുന്നവരൊക്കെ ഒന്നും അല്ലായിരുന്നു. അവിടെ പുതച്ചിലുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ മൂത്തേനി പോന്നു. ഓ, ചേറുണ്ട് ഇതിനകത്തല്ലേ, നല്ലപോലെ ചേറുണ്ട്. എന്ത് റെഡി അടിക്കുന്നു. നമ്മുടെ വണ്ടി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ തടഞ്ഞാലും അങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്തേ. അങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്തു. അവിടെ അതല്ലടാ, ആ മാവിൻ്റെ സൈഡിലോട്ട് കാസ്റ്റ് ചെയ്തിട്ട് ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നു. സ്ട്രൈക്ക് ഓൺ.
ഫിഷ് ഓൺ. ഞാൻ പറഞ്ഞല്ലോ അവിടെ വരാലിപ്പുണ്ടെന്ന്. ഞാൻ കണ്ടായിരുന്നു ഇതിനെ, ഞാനിതിനെ കണ്ടായിരുന്നു ആദ്യമേ. അതാ അവിടെ മീൻ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നടാ. പ്ലെയർ എടുത്തായിരുന്നു. പ്ലെയർ ബാഗിലുണ്ട്. നൈസ് ഹുക്കാണ്. എൻ്റെ രാശി ഫ്രോഗാ ഇത്. എടുക്കാൻ പറ്റുമോ? പ്ലെയർ എടുക്കണം. എന്നാ എനിക്ക് കേട്ടില്ല ചേട്ടാ, ഞങ്ങൾ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാതെ. ഇടയ്ക്കൂടെ ചുമ. സ്ട്രൈക്ക് ഫിഷ് ഓൺ. ഓ മിസ്സായി. ആ കൊള്ളാം, കാട്ടിലെറിഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നു. വെരി ഗുഡ്. നീ ആദ്യം എറിഞ്ഞെടുത്തിട്ട് എറിഞ്ഞാടാ. ഫിഷ് ഓൺ. ഓ പോയി. എന്താടാ ആ പോത്ത് ഒരുമാതിരി വൃത്തിയായിട്ടോ നോക്കുന്നത്. നീ എന്തേലും കാണിച്ചോടാ അതിനെ. ഇതാണ് ഞങ്ങളുടെ നാട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പണ്ട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ നല്ല തെളിഞ്ഞ് JCBക്ക് ഇങ്ങനെ കുഴിയെടുത്തിട്ടേക്കുന്നത്. ഇവിടെ ഇങ്ങനെ 2-3 കുഴികളുണ്ട്. ആ കുഴികളാണിത്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പം ഇതെല്ലാം ഇങ്ങനെയായി. ആ ഫിഷ് ഓൺ ഗൈസ്. ഓ പോയി. നല്ലൊരു സ്ട്രൈക്കായിരുന്നു. ഞാൻ എറിഞ്ഞിപ്പോൾ ഇപ്പുറത്ത് വെച്ചേനല്ലോടാ. ഹുക്കായിരുന്നെങ്കിൽ അതിനിപ്പോൾ ഇപ്പുറത്തെടുത്ത് എടുത്തെറിഞ്ഞാരതി. അതിവിടെ അല്ല തലയും പൊക്കി വയ്ക്കുന്നത്. പോകേണ്ട സാധനം തലയും പൊക്കി വയ്ക്കുന്നത്. കുളവനാണോ എന്നില്ല തലയും പൊക്കി വയ്ക്കുന്നത്. കിളിയാണ്. ഏത് മറ്റേ അല്ലേ എന്തുവാ? ആ അല്ല, കഴുത്തിൽ നിന്നുള്ള അതതിനകത്ത് പെട്ട് കിടക്കുവാന്നോടാ. അന്നെന്ന് തോന്നടാ, കുരുങ്ങി കിടക്കൂടാ അത്. ആന്നടാ, അതവിടെ അവിടെ എങ്ങനെയോ കുരുങ്ങി കിടക്കും അത്. അല്ലെങ്കിൽ അതിപ്പോൾ എപ്പോഴേ എണീറ്റ് പോകേണ്ട സമയം കഴിഞ്ഞ്. എടാ അതവിടെ ചുറ്റും എന്തോ കിടക്കൂടാ. അതിനൊന്ന് എസ്കേപ്പ് ആക്കാൻ വല്ല വഴിയുണ്ടോ എന്നെങ്കിലും ഒന്ന് നോക്കണം. രക്ഷപ്പെടുത്താൻ വല്ല വഴിയുണ്ടോ നോക്കണം. അപ്പുറത്തൂടെ വന്നിട്ട് കണ്ടോ, അതിന് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കുരുങ്ങി കിടക്കും അത്. വലയ്ക്കകത്ത് കുരുങ്ങി കിടക്കുക. ആ അതെ, അവിടെ എന്തോതിനകത്ത് കുരുങ്ങി കിടക്കുക സാധനം. ആ പോച്ചയ്ക്കകത്താന്ന് തോന്നുന്നു സംഭവം. അത് എന്തായാലും കുരുങ്ങിയിരിക്കും അത്. അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പുറത്തൂടെ വരണം. കടിക്കുകയൊന്നുമില്ല. ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം നിന്നെ രക്ഷപ്പെടുത്താം. ഓക്കെ, നീ പേടിക്കണ്ട. ഇപ്പോൾ വരും, അകല് വരും. ഇല്ല, അവിടെ ഒരു കിളി കണ്ടല്ലേ. ആ കിളി പുള്ളിക്കാരൻ അതിനകത്ത് കുരുങ്ങിയിരിക്കുക. ഉണ്ടോ? അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എങ്ങനെയും കുരുങ്ങിയിരിക്കുക. അകലപ്പുറത്തൂടെ വരുന്നുണ്ട്. അവനതിനെ രക്ഷപ്പെടുത്തും. എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ? കഷ്ടം, അത് ദയനീയമായിട്ട് നിന്നെ നോക്കുന്നുണ്ട്. വല വല്ലതും ആണോ? പോച്ചയ്ക്കകത്ത് കുരുങ്ങിപ്പോയി. ആ എടുക്ക്.
വലയാണല്ലേ? ആ, അതാ ഞാൻ പറഞ്ഞത്. വലയിൽ പുള്ളിക്കാരൻ കുരുങ്ങിപ്പോയി നല്ലപോലെ. ഇല്ല കൊത്തൂലടാ. ഇല്ല, അത് പേടിച്ച് നിൽക്കുക അതെന്തായാലും. അത് മൊത്തത്തിൽ കയറി നല്ലപോലെ കുരുങ്ങി എന്തോ നട്ടിരിക്കുക. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അത് 1-2 ദിവസമായെന്ന് തോന്നടാ സംഭവം കേട്ടോ. അങ്ങ് ഒരുമാതിരി ആയങ്ങ് നിന്നെ കൊത്താൻ നോക്കുമോ അത്? പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഈ എടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വലയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുന്നത്? കഷ്ടം. അതൊന്നും കഴിക്കാണ്ടങ്ങാണ്ടിരിക്കുമായിരുന്നടാ. തീരെ വയ്യാണ്ടായിരിക്കും അത്. കത്തി എടുത്തോണ്ട് വരണോ? നൈഫ് എടുത്തോണ്ട് വരട്ടെ? നീ പതിയെ എടുക്കുക, ഞാൻ അപ്പോഴത്തേക്ക് നൈഫ് എടുത്തോണ്ട് വരാം. ഞാനിങ്ങനെ വന്നു കേട്ടില്ല. ആണ്ടേ നല്ലപോലെ ചുറ്റി എന്തോന്നായിപ്പോയി. ചിറക് നല്ലപോലെ അതിനകത്ത് കുരുങ്ങിപ്പോയത് പുള്ളിക്കാരൻ. കഷ്ടം. അതിനൊന്നും ഇങ്ങടുത്ത് മോളിൽ കയറ്റാൻ ഞാൻ എന്തായിരുന്നു? ആ, കാലിലും എല്ലാം കുരുക്കുണ്ടോ? ഓക്കെ, ഞങ്ങളെ സേഫായിട്ട് എടുത്തിട്ടുണ്ട്. കഷ്ടം. ഒന്നും കഴിയാൻ കുറച്ച് ദിവസമായില്ലേ ഇതിനകത്ത് കിടന്നിട്ട്. അതാ കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. കാര്യം അതിനെ കണ്ടിട്ട് ഒന്നുമില്ലാത്ത, കഴിക്കാതിരിക്കുന്ന ഒരു ഫീലുണ്ടല്ലേ, ആ ഒരു രീതിയിലാക്കി. കണ്ടോ, അതിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ വെള്ളമില്ലല്ലോ, ഇച്ചിരി വെള്ളം കൊടുക്കാൻ. കുഞ്ഞാണോ ഇത്? കുഞ്ഞൊന്നുമല്ല, വലുത് തന്നെ. ചിറകിന് ഡാമേജൊക്കെ സംഭവിക്കും. അതാണ്ട് ചിറകിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതാ കഷ്ടം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവുമായിരിക്കാം. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഇത് രക്ഷപ്പെടാൻ. വിട്ടിട്ട് പോകാൻ എന്ത് പറ്റി? നമ്മളിതിനിപ്പോൾ എവിടെ എടുത്ത് വെക്കുന്നത്? മുകളിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. മുകളിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തറയിൽ വീഴും. അതാ, അത് ഒന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും ഇവിടെ. കുറച്ച് ദിവസം കൊണ്ടേ 1-2 ദിവസമായി കാണും ഇതിനകത്ത് പെട്ടിട്ട്. അതാണ് പുള്ളി ഇതിനകത്ത് ഇതായിട്ട് നിൽക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത. ദയനീയമായിട്ട് നോക്കുന്നത്. ഞങ്ങളെക്കൊണ്ട് ഇത്രയും ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന പരിപാടി നടപ്പുവശമല്ല. അല്ലാണ്ട് ഇതിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ? അല്ലെങ്കിൽ വെള്ളത്തിൽ അവിടെ ഇറക്കി വിട്ടാലും പിന്നെ ഈ വല ഇങ്ങോട്ട് മുകളിൽ കയറ്റണം കേട്ടോ. കഷ്ടം. ഇതേപോലുള്ള ഏതെങ്കിലും പക്ഷികളൊക്കെ വന്നിട്ട് ഇതിനകത്തൊന്ന് കുരുങ്ങി കഴിഞ്ഞാൽ കഷ്ടം. പാവമല്ലേ. ഇത് വെള്ളത്തിലോട്ട് വിട്ട് നോക്കാനാണോ? അവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാലേ അതിനകത്ത് നിന്ന് കയറും ഇനി. എവിടെ വിടാം? അപ്പുറത്ത് വിടാണ്. ഓക്കെ, അകല് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊന്നാമത് കാര്യം ഇത് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷയമാണ്. എന്താ അവസ്ഥ? നിന്നോ? നീങ്ങുന്നു അനങ്ങുന്നു. അതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ചെറിയ മീനൊന്നുമില്ല, അല്ലെങ്കിൽ എടുത്ത് കൊടുക്കാമായിരുന്നു അതിനല്ലേ. ചെറിയ മീൻ വല്ലതും ഉണ്ടെങ്കിലേ. ഇപ്പം അഖിലിൻ്റെ അടുത്ത് നന്ദി പറയുന്നത്. ഞാനിവിടെ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. നീ എന്താ അതിനെ കുളിപ്പിക്കുന്നോ? ഇത്രയും നേരം വെള്ളത്തിലായിരുന്നോ അത്? അയ്യോ, വെള്ളം കുടിക്കുന്നു. കൊടു. കുടിക്കുന്നുണ്ടല്ലോ അത്.
എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലേ ശരിയാവില്ലല്ലോ. എന്താ പറഞ്ഞാ അതെ നിന്നെ നോക്കുന്നടാ അത്. വാ തുറക്കുന്നടാ. വെള്ളത്തിനായിരിക്കൂടാ കൊടുക്കടാ. ആ അങ്ങനെ കൊടുക്ക. ഓക്കെ എന്നാ അപ്പോൾ നീ പോയി രക്ഷപ്പെട്ടോളൂ. ഞങ്ങളുടെ പണിയിലേക്ക് കടക്കട്ടെ. ടാറ്റ. അത് നമ്മളെ നോക്കിയിരിക്കുക. ബാ നമുക്ക് പതിക്കാം. നീ രക്ഷപ്പെട്ടോളും കുഴപ്പമില്ല. അതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇതായിക്കോളും. ഇത്രയും നേരം കൊണ്ട് അതിനകത്ത് കിടക്കില്ലായിരുന്നു. അതാ ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇതേപോലത്തെ പരിപാടികളൊന്നും കാണിക്കരുത് കേട്ടോ. നിങ്ങൾ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലകളൊന്നും കൊണ്ടുവന്ന് ഇടരുത്. ഇങ്ങനെ കിട്ടുകഴിഞ്ഞാൽ ഇതേപോലത്തുള്ള ജീവികളൊക്കെ ഇതിനകത്ത് വന്ന് വിട്ടുപോലെ കഷ്ടം. ഇപ്പം ഇത് കണ്ടില്ലേ, ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് ഉള്ളിലൊരു സ്ഥലത്താണ്. വയലാണെങ്കിൽ തന്നെയും എപ്പോഴൊന്നും ആളൊന്നും വന്ന് കയറുന്ന ഒരു സ്ഥലമല്ല ഇത്. ആ ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് കിടന്ന് ചത്തുപോകത്തില്ലേ അതൊക്കെ. ഇപ്പം തന്നെ ഞങ്ങൾ ഇന്ന് എന്തോ ദൈവനിയോഗം പോലെയാണ്. അതെ, ഞങ്ങളിപ്പം തന്നെ എന്തോ ഒരു ദൈവനിയോഗം പോലെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയതും, ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ആ മീൻ അടിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയതും ഞങ്ങളുടെ ഒരു എന്തോ ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരേണ്ട വന്നത്. അതുകൊണ്ടാണ് കണ്ടത്. ഇത് കണ്ടില്ലേ വലയിട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ പരിപാടികളൊന്നും ദൈവത്തെ ഓർത്ത് ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടുണ്ട്. അയ്യോ അല്ല, അവിടെ കണ്ട് മീൻ അടിച്ചോണ്ട് പോകണം. അത് എന്താ ഇത്? അയ്യോ പോളൊക്കെ വലിയ തോണ്ടിരിക്കുന്നു. പൊട്ടിച്ചോണ്ട് പോയോടാ. ഇല്ലടാ മീനുണ്ടോ അതിനകത്തുണ്ട് മീൻ. അല്ല മീനുണ്ട്. ഇപ്പോൾ അത് അനങ്ങിയായിരുന്നത് പോയി. ഇല്ലില്ല ഉണ്ട്. അയ്യോ ഒരു കൈതക്കോരായിരുന്നു. ഇതായിരുന്നു ഇമാതിരി പിടുത്തം പിടിച്ചേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ കഴിവതും നിങ്ങളാരും ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ കൊണ്ടുവന്നിടരുത്. എന്തിനാണ് വെറുതെ മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ കൊന്ന് ഇതാക്കുന്നത്. അപ്പം ഗുയ്സ് ഇന്നത്തെ പരിപാടി നിർത്താണ്. തീരെ വയ്യ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. മീനെ കാണിച്ചില്ല, മറന്നു. എടുത്ത് വെളിയിലിട്ട് കാണിക്കാൻ വയ്യ, അതുകൊണ്ട് ഇതിനകത്ത് കാണിച്ചു തരാം. രണ്ടടക്കണം എത്ര 3 4 വരാൽ 2 കൈതക്കോര. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.